ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 4 മണി ചായക്കപ്പോ അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടി കുറച്ച് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 4-5 പീസ് ബ്രെഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. മുട്ടയുടെ അളവ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ബ്രെഡിൻ്റെ അളവും കൂട്ടിയെടുത്താൽ മതി. ഇനിയിപ്പോൾ കുറച്ച് ബ്രെഡാണെങ്കിൽ 2 എണ്ണം മതി. ഒരു കൂട് ബ്രെഡൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ 3-4 മുട്ട എടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും ഒരു പിടി മല്ലിയിലും കറിവേപ്പിലൊക്കെ ചെറുതായി പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ വറ്റൽമുളക് പൊടിച്ചത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബ്രെഡിൻ്റെ പീസസൊക്കെ അതിലേക്കൊന്ന് മുക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിതാ വേറെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്തും കൂടി ഉണ്ട്, അതിൽ നന്നായിട്ട് പൊതിഞ്ഞെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു കടികളൊന്നും ഇല്ലാത്തൊരു സമയത്ത് ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കറമുറാന്ന് വെച്ചിട്ടില്ല, നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്. 2 വശവും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാവാതെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മസാലയൊക്കെ അതിൽ നിന്ന് ഇളകി വരും, എണ്ണയിലേക്കാവും. നന്നായിട്ട് ചൂടായതിന് ശേഷം ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണയൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടിക്കോളും. ഞാനിപ്പോൾ ഇതാ ഒക്കെ ഇവിടെ കോരി എടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്സാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ വെറുതെ ചായയുടെ കൂടെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുത്താണ്. കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.